Hello, today we are going to deal with a topic called inflammation. So, inflammation is the basis for almost all the diseases. When you see a disease with a suffix itis, like pharyngitis, laryngitis, arthritis, so that itis indicates inflammation. So, we must know about the inflammation before studying a disease. So, let's check it out. Inflammation is defined as the local response of living mammalian tissues to injury due to any agent. So, inflammation is different from infection. Infection is something that invade our body. ഏതെങ്കിലും എന്തൊരു മൈക്രോബോ ആയിക്കോട്ടെ നമ്മുടെ ബോഡീനെ ഇൻവേഡ് ചെയ്യുന്നതിന് നമ്മൾ ഇൻഫെക്ഷൻ എന്ന് പറയും. നമ്മുടെ ബോഡിയിൽ നാശം ഉണ്ടാക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻ എന്ന് പറയും. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ഏജൻറ്റ് നമ്മുടെ ബോഡിയിൽ വന്ന് ഇഞ്ചുറി ഉണ്ടാക്കുന്നോ, whether it may be a mechanical trauma or it is a physical or it is a chemical, any agent that causes an injury in our body, ആ ഇഞ്ചുറിക്ക് നമ്മുടെ ബോഡി പ്രതികരിക്കുന്ന രീതിയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻഫ്ലമേഷൻ ഇസ് a defense reaction, body's defense reaction in order to eliminate or limit the spread of injurious agent. അപ്പം ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡീനെ ആക്ച്വലി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി തന്നെ നടത്തുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസമാണ്. അപ്പം അത് ഇറ്റ് ഈസ് ഓൾസോ ഫോളോഡ് ബൈ റിമൂവൽ ഓഫ് നെക്രോസ്ഡ് സെൽസ് ആൻഡ് ടിഷ്യൂസ്. അങ്ങനെ ഇഞ്ചുറി ഉണ്ടാക്കിയ ഒരു ഏജൻറ്റ് നമ്മുടെ ബോഡിയിൽ ഇഞ്ചുറി ഉണ്ടാക്കുകയാണെങ്കിൽ ആ ടിഷ്യൂസ് വിൽ ബി ഡാമേജ്ഡ് അല്ലേ. അപ്പം ആ ഡാമേജ്ഡ് ടിഷ്യൂസിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് അത് എലിമിനേറ്റ് ചെയ്യാനും നമ്മുടെ ഇൻഫ്ലമേഷൻ സഹായിക്കുന്നു എന്നുള്ളത്. സോ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന വാക്കിനർത്ഥം ബേണിംഗ് ഓർ ഈസി ടു സെറ്റ് ഓൺ ഫയർ എന്നൊക്കെയാണ്. സോ നമ്മൾ ഇപ്പോൾ ഒരു വെൻ എ തേൺ പിയേഴ്സസ് ആർ സ്കിൻ, ഒരു മുള്ള് കൊണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആ മുള്ള് നമ്മൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ടാവും? വേദന ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും, റെഡ്നെസ് ആൻഡ് വാം. സീ ദ WBC ooze out from the blood vessels. That causes the inflammatory reactions mainly. അപ്പം ഇതാണ് ഒരു ടിപ്പിക്കലി ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു പെൻസിൽ കൊണ്ട് നമ്മുടെ ബോഡീനെ കുത്തിയാലോ, ഓക്കെ, ഒരു മുള്ളു കൊണ്ടാലോ ഒക്കെ അത് ഇൻഫ്ലമേഷൻ തന്നെയാണ്. അതായത് നമ്മുടെ ബോഡി ഈസ് ട്രൈയിങ് ടു ഹീൽ ദാറ്റ്. സോ അതിൻ്റെ എന്തൊക്കെ ആയിരിക്കാം ഇൻഫ്ലമേഷൻ ഉണ്ടാവാൻ നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ കാരണങ്ങളായിരിക്കാം? വാട്ട് ഈസ് ദ എറ്റിയോളജി? കുറേ കാരണങ്ങളുണ്ട്. ലൈക്ക് ഇൻഫെക്റ്റീവ് ഏജൻറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ബാക്ടീരിയ, വൈറസസ്, ഫംഗൈ, പാരസൈറ്റ്സ്, എവ്രി വൺ ക്യാൻ എലിസിറ്റ് ആൻ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഇൻ ദ ബോഡി. ഇമ്മ്യൂണോളജിക്കൽ ഏജൻറ്റ്സ്, ലൈക്ക് നമുക്കറിയാം ഇമ്മ്യൂണിറ്റി ഈസ് എ ഡബിൾ എഡ്ജ്ഡ് സ്വേർഡ് എന്നറിയാം അല്ലേ. അത് നമുക്ക് പുറത്തുനിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം, നമുക്ക് പുറത്തുനിന്നുള്ള ഏജൻസിനെതിരെ പ്രൊട്ടക്ഷനുമാണ്. പക്ഷേ സംടൈംസ് ഇറ്റ് മേ ടേൺ അഗൈൻസ്റ്റ് അവർ ബോഡി ടു ഡാമേജ് അവർ ഓൺ ടിഷ്യൂസ്. Physical agents like heat, cold, radiation, mechanical trauma, chemical agents like organic, inorganic poisons, inert materials such as foreign bodies. So inflammation മെയിനായിട്ട് 2 പ്രോസസ്സുകളാണ് ഉള്ളത്. ഈവൻ ദോ ദാറ്റ് ഈസ് വെരി ഓവർലാപ്പിംഗ് ഓർ കണ്ടിന്യൂസ് പ്രോസസ്സ്, നമ്മൾ രണ്ടായിട്ടാണ് അതിനെ പറയുന്നത്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസും അതുപോലെ ഹീലിങ്ങും. ആദ്യത്തെ ആ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസും, അത് കഴിഞ്ഞാൽ നമ്മുടെ ഡാമേജ്ഡ് ടിഷ്യൂസിനെയൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ആ മുറിവൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഹീലിങ്ങും. ഇത് രണ്ടും ഇൻഫ്ലമേഷൻ്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, അപ്പം both these processes generally have a protective role against the injurious agent, but sometimes the inflammation and healing can cause considerable harm to the body. Example, anaphylaxis to certain insect bites or റെപ്റ്റൈൽസ്. നമ്മുടെ ഉറുമ്പ് കടിച്ചാലോ, ചില ആളുകൾക്ക് ഉറുമ്പ് കടിക്കുമ്പോഴോ തേനീച്ച കുത്തുമ്പോഴോ പതിവിലും വലുതായിട്ട് ഇൻഫ്ലമേഷൻ സംഭവിക്കാറുണ്ട്. അതായത് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യാറുണ്ട്. ചില ആളുകളുടെ ബോഡി വല്ലാതെ, അതായത് സാധാരണ നീര് വയ്ക്കുന്നതിനേക്കാളും വല്ലാതെ നമ്മുടെ ബോഡി മുഴുവൻ അതിന് ചൊറിയുന്നു, ഇച്ചിങ് ഉണ്ടാവുന്നു, ഫുൾ നമ്മുടെ ബോഡി എഡിമേറ്റസ് ആവുന്നു. അതുപോലെ എന്താ പറയുക, ഒരുപാട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ടാവുന്നു. അപ്പോൾ സംടൈംസ് ദ ഇൻഫ്ലമേഷൻ ആൻഡ് ഹീലിംഗ് ക്യാൻ കോസ് harm to the body. അപ്പോൾ എന്തൊക്കെയാണ് സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ? ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സൈൻസ്? അപ്പം വൺസ് അപ്പോൺ എ ടൈം ഇൻ ദ ഫസ്റ്റ് സെഞ്ച്വറി AD, റോമൻ റൈറ്റർ സെൽസസ് ഹാസ് റിട്ടൺ 4 കാർഡിനൽ സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ. 4 ബേസിക് ആയിട്ടുള്ള സൈനുകളാണ് ഒരു ഇൻഫ്ലമേഷനിൽ കാണാൻ പറ്റുക എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഫസ്റ്റ് വൺ ഇസ് റൂബർ ഓർ റെഡ്നെസ്, ചുമപ്പ്. ട്യൂമർ ഓർ സ്വെല്ലിംഗ്, കുറച്ച് നീര് വയ്ക്കും അല്ലേ. ആൻഡ് കാലർ ഓർ ഹീറ്റ്, ഒരു ചൂടുണ്ടാവും അതിൻ്റെ മുകളിൽ. ഡോളർ ഓർ പെയിൻ, വേദനയും ഉണ്ടാവും. ആൻഡ് ടു ദീസ് ഫിഫ്ത്ത് സൈൻ, ഫങ്ഷ്യോലീസ ഓർ ലോസ് ഓഫ് ഫങ്ഷൻ വാസ് ലേറ്റർ ആഡഡ് ബൈ വിർക്കോ. ഓക്കെ,
സോ ഇതിൽ നമുക്കറിയാം ഒരു ഇൻഫ്ലമേഷൻ പറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? പെയിൻ, ഹീറ്റ്, റെഡ്നെസ്, സ്വെല്ലിംഗ്, ലോസ് ഓഫ് ഫങ്ഷൻ. Type of inflammation, depending upon the defense capacity of the host and the duration of response. ഹോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻസ്, നമ്മൾ തന്നെയാണ്, നമ്മുടെ ബോഡി. ആരുടെ ബോഡിയിലാണോ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത് അവരുടെ ബോഡിയാണ് ഹോസ്റ്റ്. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിഫൻസ് കപ്പാസിറ്റി ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് റെസ്പോൺസ്, എത്രത്തോളം ആ റെസ്പോൺസ് നീണ്ടു നിൽക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇൻഫ്ലമേഷൻ ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു അക്യൂട്ട് ആൻഡ് ക്രോണിക്. അക്യൂട്ടും ഉണ്ട്, ക്രോണിക്കും ഉണ്ട്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും, 2 ആഴ്ചയ്ക്കുള്ളിൽ അത് അവസാനിക്കുന്നതായിരിക്കും, പെട്ടെന്ന് റിസോൾവ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ഏർലി ബോഡി റിയാക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി ഫോളോഡ് ബൈ ഹീലിംഗ് ആൻഡ് അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ആൻഡ് പ്ലാസ്മ അറ്റ് ദ അഫക്റ്റഡ് സൈറ്റ്, ഇൻട്രാവാസ്കുലർ ആക്ടിവേഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് പോളിമോർഫോന്യൂക്ലിയർ ന്യൂട്രോഫിൽസ് ആസ് ഇൻഫ്ലമേറ്ററി സെൽസ്. ഈ പോളിമോർഫോന്യൂക്ലിയർ ന്യൂട്രോഫിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രോഫിൽസിൻ്റെ തന്നെ, നമുക്ക് ന്യൂട്രോഫിൽസ് എന്ന് പറയാം മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് WBC ആണ് ന്യൂട്രോഫിൽസ് അല്ലേ, ഗ്രാനുലോസൈറ്റ്സ് ആണ് അല്ലേ. അപ്പം ഈ ന്യൂട്രോഫിൽസിൻ്റെ അതിനൊരു കഴിവുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ന്യൂക്ലിയസ് പല ഷേപ്പിലും പല രീതിയിലും അതിന് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ പോളിമോർഫോ എന്ന് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ മോർഫോളജി ഉള്ള ന്യൂക്ലിയസുകളുള്ള ന്യൂട്രോഫിൽസിനെയാണ് പോളിമോർഫോന്യൂക്ലിയർ ന്യൂട്രോഫിൽസ് എന്ന് പറയുന്നത്. നമ്മളതിനെ PMN എന്നും പറയും. PMN, പോളിമോർഫോന്യൂക്ലിയർ ന്യൂട്രോഫിൽസ്. അപ്പോൾ ഈ PMN ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. ഓക്കെ, സോ ദിസ് PMN ആണ് മെയിനായിട്ട് അക്യൂട്ട് ഇൻഫ്ലമേഷനിൽ കാണാൻ പറ്റുക. സംടൈംസ് ഈ ഒരു അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഒന്ന് സിവിയർ ആയി കഴിഞ്ഞാൽ നമ്മളതിനെ ഫൾമിനൻറ്റ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, പക്ഷെ ക്രോണിക് ഇൻഫ്ലമേഷൻ നോക്കിയേ, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തേ. ഷോർട്ട് ഡ്യൂറേഷൻ ആണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ, ക്രോണിക് എന്ന് പറഞ്ഞാൽ ലോങ്. അപ്പോൾ ക്രോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ഡ്യൂറേഷൻ. ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ഇഫ് ദ കോസറ്റീവ് ഏജൻറ്റ് ഓഫ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ പേഴ്സിസ്റ്റ് ഫോർ എ ലോങ് ടൈം. അപ്പം അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ആ ഒരു കോസറ്റീവ് ഏജൻറ്റ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് നേരം നിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഇൻഡ്യൂസസ് എ ക്രോണിക് ഇൻഫ്ലമേഷൻ. or causative induces chronic inflammation from the ബിഗിനിങ് ഇറ്റ് സെൽഫ്. ഈ കോസറ്റീവ് ഏജൻറ്റ് തുടക്കം മുതലേ ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇറിറ്റേഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മേക്ക് എ ക്രോണിക് ഇൻഫ്ലമേഷൻ. ഇതിൽ എന്താ പറയുക, ഡിസ്പൈറ്റ് ഫ്രം ദ അപ്പാർട്ട് ഫ്രം ദ അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഇതിനകത്ത് കാണുന്നത് ലിംഫോസൈറ്റും പ്ലാസ്മ സെല്ലുകളും മാക്രോഫേജസും ആണ്. അപ്പം അവിടെ നമ്മൾ നോക്കിയത്, അക്യൂട്ടിൽ നോക്കിയത് പ്ലേറ്റ്ലെറ്റ് PMNs ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കാണുക അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ക്രോണിക് ഇൻഫ്ലമേറ്ററി സെല്ലുകളാണ് ഇവിടെ ഉണ്ടാവുന്നത്, ലൈക്ക് പ്ലാസ്മ സെൽസ്, മാക്രോഫേജസ് എക്സെട്ര. ആൻഡ് ഇതിലൊരു കീ ഫീച്ചർ എന്ന് പറയുന്നത് ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോർമേഷൻ ആണ്. അപ്പോൾ ക്രോണിക് ഇൻഫ്ലമേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ക്രോണിക് ഇൻഫ്ലമേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, സോ sometimes subacute inflammation is used for the state of inflammation between acute and chronic. അക്യൂട്ടിനും ക്രോണിക്കിനും ഇടയിൽ കിടന്ന് കളിക്കുന്ന, അതായത് അക്യൂട്ടിൻ്റെയും ക്രോണിക്കിൻ്റെയും രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലമേഷനെ നമ്മൾ സബ് ഇൻഫ്ലമേഷൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അക്യൂട്ട് ഇൻഫ്ലമേഷനിൽ തന്നെ ഒരു ചെറിയൊരു ഭാഗമാണ്. ഓക്കെ, സോ അക്യൂട്ട് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 events. 2 events ആണ് അക്യൂട്ട് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ ഉള്ളത്. ഒന്ന് ഈ വാസ്കുലാർ ഈവൻസും 2 സെല്ലുലാർ ഈവൻസും. ഓൾദോ ഈ 2 ഈവൻസും ദേ ആർ വെരി കണ്ടിന്യൂസ് പ്രോസസ്സ്. നമ്മളിപ്പം രണ്ടും ഒരു മിക്സായി കിടക്കുന്ന ഒരു പ്രോസസ്സാണ്, രണ്ടും കൂടെ മിക്സായിട്ടാണ് ഒരു ഇൻഫ്ലമേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ബട്ട് ഒരുമിച്ച് പറയുമ്പം അത് ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് വാസ്കുലർ ഇവൻസും സെല്ലുലാർ ഇവൻസും എന്ന് 2ആയി തിരിച്ച് നമ്മൾ പറയുന്നത്. അപ്പം 2ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വാസ്കുലർ ഇവൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മൈക്രോ വാസ്കുലേച്ചറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം അക്യൂട്ട് ഇൻഫ്ലമേഷനിൽ ഏറ്റവും വലിയ റോള് വഹിക്കുന്നത് വലിയ വലിയ ബ്ലഡ് വെസൽസ് അല്ല, പകരം ചെറിയ ബ്ലഡ് വെസൽസ് ആണ്. അതായത്
കാപ്പിലറീസ്, വെന്യൂൾസ്, ആർട്ടീരിയോൾസ്, ഈ മൂന്നെണ്ണമാണ് ഈ അക്യൂട്ട് ഇൻഫ്ലമേഷനിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ നമ്മളതിനെല്ലാം കൂടെ ചേർത്ത് മൈക്രോ വാസ്കുലേച്ചർ എന്നാണ് പറയുക, ചെറിയ ബ്ലഡ് വെസൽസ് അല്ലേ. അപ്പോൾ ആ ചെറിയ ബ്ലഡ് വെസൽസിന് എന്തൊക്കെ മാറ്റം വരുന്നു എന്നുള്ളതാണ് നമ്മൾ വാസ്കുലർ ഈവൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതേ ടൈം തന്നെ അതിനകത്ത് ഫോംഡ് എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ, WBC, RBC ഒക്കെ ഉണ്ട്. ഈ ഫോംഡ് എലമെൻറ്റ്സിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് സെല്ലുലാർ ഇവൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും അറ്റ് എ ടൈം കണ്ടിന്യൂസ് ആയിട്ട്, രണ്ടും ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ രണ്ടും ഒരുമിച്ച് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോ വാസ്കുലർ ഈവൻസിൽ ബ്ലഡ് വെസൽസിനെ കുറിച്ച് മാത്രം നമുക്ക് പറയാം, സെല്ലുലാർ ഈവൻസിൽ നമുക്ക് സെല്ലുകളെ കുറിച്ച് മാത്രം പറയാം. സോ വാസ്കുലർ ഈവൻസിൽ വീണ്ടും രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹീമോഡൈനാമിക് ചേഞ്ചസ്, അതായത് ബ്ലഡ് ഫ്ലോയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ വാസ്കുലർ പെർമിയബിലിറ്റിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ വാസ്കുലർ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ +1 +2 10th പഠിച്ചിട്ടില്ലേ, പെർമിയബിൾ, സെമി പെർമിയബിൾ മെംബ്രെയിൻ. എന്താ ഇത്? അതായത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് അല്ലെ, റെസ്ട്രിക്റ്റഡ് ആയിട്ട് മാത്രം മോളിക്യൂൾസിനെ പെർമിറ്റ് ചെയ്യുന്ന മെംബ്രെയിനെയാണ് നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നൊക്കെ പറയുക അല്ലേ. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് വാസ്കുലർ പെർമിയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് മൈക്രോ വാസ്കുലേച്ചറിൻ്റെ പെർമിയബിലിറ്റിയാണ്. അതായത് ആർട്ടീരിയോൾസ്, കാപ്പിലറീസ്, വെന്യൂൾസ്, ഇതിന് നമുക്കറിയാം ഈ മൈക്രോ വാസ്കുലേച്ചറിനൊരു ഒറ്റൊരു ലെയർ ഓഫ് എൻഡോത്തീലിയവും ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിനും മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം ഒറ്റൊരു ലെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കൊരു പെർമിയബിലിറ്റി ഉണ്ട്. സെലക്റ്റീവായിട്ട് അവർ മോളിക്യൂൾസിനെ പുറത്തോട്ട് വിടുന്നു, അകത്തോട്ട് വരുന്നു. അപ്പം ഈ ഒരു പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ എബിലിറ്റി ടു പെർമിറ്റ് മോളിക്യൂൾസ് അക്രോസ് ദ മെംബ്രെയിൻ, മോളിക്യൂൾസ് അക്രോസ് ദ മെംബ്രെയിൻ. അപ്പം ഈ ഒരു വാസ്കുലർ പെർമിയബിലിറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, അതായത് ആർട്ടീരിയോൾസ്, കാപ്പിലറീസ്, വെന്യൂൾസ്, ഇവരുടെ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, ഇവരുടെ പെർമിയബിലിറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സെല്ലുലാർ ഈവൻസ് ജസ്റ്റ് ഒന്ന് പറയാം, നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം സെല്ലുലാർ ഈവൻസിൽ രണ്ടെണ്ണം ഉണ്ട്, എക്സുഡേഷൻ ഓഫ് ല്യൂക്കോസൈറ്റ്സും അതുപോലെ തന്നെ ഫാഗോസൈറ്റോസിസും. എക്സുഡേഷൻ ഓഫ് ല്യൂക്കോസൈറ്റ്സ് എന്ന് വെച്ചാൽ WBC പുറത്തോട്ട് ചാടുന്നത്, ബ്ലഡ് വെസലിൽ നിന്ന് പുറത്തോട്ട് ചാടുന്നത്. ആൻഡ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം അല്ലേ, അതൊരു സെൽ ഈറ്റിംഗ് പ്രൊസീജിയറാണ്. സോ വാസ്കുലർ ഈവൻസ് എടുത്ത് നോക്കാം. വാസ്കുലർ ഈവൻസിൽ നമുക്ക് ഹീമോഡൈനാമിക് ചേഞ്ചസും ഉണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയുണ്ട് വാസ്കുലർ പെർമിയബിലിറ്റി ചേഞ്ചസും ഉണ്ട് അല്ലേ. സോ അത് നമുക്ക് ഹീമോഡൈനാമിക് ചേഞ്ചസിനെ കുറിച്ച് പറയാം. സോ അത് 5 സ്റ്റെപ്പായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത് വാസോ കൺസ്ട്രിക്ഷനാണ്. അതായത് ബ്ലഡ് വെസൽസ് ചുരുങ്ങിപ്പോവും. എവിടെയാണോ ഇഞ്ചുറി ഉണ്ടായത്, എവിടെയാണോ ഒരു അടി കിട്ടിയത്, ആ ഒരു ഭാഗത്ത്, ആ ഒരു ഇഞ്ചുറി നടന്ന ഭാഗത്തുള്ള ബ്ലഡ് വെസൽസ് പെട്ടെന്ന് ട്രാൻസിയൻ എന്ന് പറഞ്ഞാൽ ഷോർട്ടാണ്. അപ്പം ഒരു ചെറിയൊരു ടെമ്പററി ആയിട്ട് മാത്രം വാസോ കൺസ്ട്രിക്ഷൻ നടക്കും, ബ്ലഡ് വെസൽസ് ചുരുങ്ങിപ്പോവും. സോ ദാറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് വാസ്കുലർ റെസ്പോൺസ് ടുവേർഡ്സ് an injury. Okay, so that is the first step in the inflammatory response as well. So the blood flow may re-establish within 3 to 5 seconds in a mild injury, up to 5 minutes in a severe injury. അപ്പം ആ ഒരു ബ്ലഡ് വെസൽ ചുരുങ്ങി പോകുമ്പം കുറച്ച് നേരത്തേക്ക് ബ്ലഡ് ഉണ്ടാവില്ല, പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ബ്ലഡ് ഫ്ലോ അത് വരും അല്ലേ. അപ്പം ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിവിയറിറ്റി ഓഫ് ഇഞ്ചുറി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻറ്റ് പ്രോഗ്രസീവ് വാസോ ഡൈലേഷൻ ആണ്. ഈ പെർസിസ്റ്റൻറ്റ് പ്രോഗ്രസീവ് വാസോ ഡൈലേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ചുരുങ്ങിപ്പോയ ബ്ലഡ് വെസൽസ് അത്യാധികം ശക്തിയോടുകൂടി തന്നെ വീണ്ടും നിവരാൻ തുടങ്ങും. പക്ഷേ ഈ നിവരുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ആദ്യം ചുരുങ്ങിയത്, അതായത് ആദ്യത്തെ ഡയാമീറ്റർ എത്രയാണോ, നമ്മുടെ നോർമലി അവരുടെ ഡയാമീറ്റർ എത്രയാണോ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഡയാമീറ്ററിലോട്ടായിരിക്കും അവർ ഡൈലേറ്റ് ആവുന്നത്. Okay, so that mainly involves the arterioles and it occurs within 30 minutes of injury and it results in the increased blood flow to the injured area which causes redness and warm. ചൂടും അവിടെ ചുമപ്പും ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് അത് ചൂടും ചുമപ്പും ഉണ്ടാവുന്നത്? ബ്ലഡ് ഫ്ലോ അവിടെ ആ ഒരു ഏരിയയിലോട്ട് കൂടുന്നത് കൊണ്ട് അല്ലേ, പതിവിലും കൂടുന്നത് കൊണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എലിവേഷൻ ഓഫ് ലോക്കൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഈ ലോക്കൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ അവിടെ ബ്ലഡ് ഫ്ലോ കൊണ്ടുണ്ടാവുന്ന, ബ്ലഡിൻ്റെ ആ ഒരു കണ്ടൻസ് കൊണ്ടുണ്ടാവുന്ന പ്രഷറാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. സോ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ പ്രോഗ്രസീവ് വാസോ ഡൈലേഷൻ കാരണം അവിടെ പ്രഷർ കൂടുന്നു. ഞാൻ പറഞ്ഞു
ആ ഒരു കൺസ്ട്രിക്റ്റഡ് ഏരിയയിൽ ട്രാൻസിയൻ വാസോ കൺസ്ട്രിക്ഷൻ കഴിഞ്ഞിട്ട് ഡൈലീറ്റ് ആവുമ്പോൾ, പ്രോഗ്രസീവായിട്ട് ഡൈലീറ്റ് ആവുമ്പം എന്ത് സംഭവിക്കുന്നു? അവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുകയും, കാരണം എന്താ, ബ്ലഡ് ഫ്ലോ കൂടുകയല്ലേ ഇവിടെ, അപ്പം ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുകയും അവിടെ ട്രാൻസുഡേഷൻ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ട്രാൻസുഡേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ബ്ലഡിലുള്ള ആ ഒരു ഫ്ലൂയിഡ് പുറത്തോട്ട് ഊസ് ഔട്ട് ആവുക, ഊർന്ന് പോവുക. അപ്പോൾ എവിടേക്കാണ് ഊർന്ന് പോകണേ? എക്സ്ട്രാ സെല്ലുലാർ സ്പേസസിലോട്ട്. എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ് എന്ന് പറയുമ്പോൾ ഇതാണ് എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. ഓക്കെ, അപ്പം ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ് നമ്മൾ മൈക്രോവാസ്കുലേച്ചർ പറയുമ്പം ഇതാണ് എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടാവുന്നു. ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടാകുമ്പം അവിടെ നീർക്കെട്ട് വരുന്നു, അതായത് സ്വെല്ലിംഗ് വരുന്നു അല്ലേ. അപ്പം ഈ ട്രാൻസ്ഡേറ്റിന് നമ്മൾ ആ ഒരു ഫ്ലൂയിഡ് ലീക്കേജ് വന്ന് ആ ഒരു സ്വെല്ലിങ് ഉള്ള ഏരിയയിലുള്ള നമ്മൾ ഊസ് ഔട്ട് ആയ ഒരു ട്രാൻസ്ഡേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പറയും നോൺ ഇൻഫ്ലമേറ്ററി എഡീമ എന്നാണ് പറയുക. അതായത് ഇൻഫ്ലമേറ്ററി സെല്ലുകൾ ഒന്നും തന്നെ അതിനകത്ത് ഉണ്ടാവില്ല. ഇൻഫ്ലമേറ്ററി സെൽ എന്ന് പറഞ്ഞാൽ WBC, അതുപോലെ ഹിസ്റ്റമൈൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, PMNs, അതൊന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷേ പ്ലാസ്മ ഉണ്ടാവും, കുറച്ച് പ്രോട്ടീൻസും ഉണ്ടാവും. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്ലോയിങ് ഓർ സ്റ്റാസിസ് ഓഫ് മൈക്രോ സർക്കുലേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു നമ്മൾ പ്ലാസ്മ അല്ലെങ്കിൽ അവിടുത്തെ ഫ്ലൂയിഡ് ഒന്ന് ഊസ് ഔട്ടായി പോയിന്ന് അല്ലേ. അപ്പോൾ അങ്ങനെ പ്ലാസ്മ അല്ലെങ്കിൽ ഫ്ലൂയിഡ് അവിടെ ഊസ് ഔട്ടായി പോകുമ്പോൾ പിന്നെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ഫ്ലോ കുറയാൻ തുടങ്ങും, അതായത് സ്പീഡ് കുറയും. എന്തുകൊണ്ടാണ്? ഫ്ലൂയിഡ് പതുക്കെ പതുക്കെ ലീക്കാവാൻ തുടങ്ങി അല്ലേ. സോ ദർ ഇസ് എ സ്ലോയിങ് ഓർ സ്റ്റാസിസ് ഓഫ് മൈക്രോ സർക്കുലേഷൻ. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവിടുത്തെ ബ്ലഡ് ഫോംഡ് എലമെൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടും അല്ലേ. ആ ഒരു ഏരിയയിൽ കോൺസെൻട്രേഷൻ കൂടും, അതുപോലെ തന്നെ ബ്ലഡിന് എന്ത് കൂടും? കട്ടി കൂടും. ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് വിസ്കോസിറ്റി. അപ്പം അഞ്ചാമതായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അഞ്ചാമതായിട്ട്, അതായത് ആ ഒരു സ്ലോ ആവുന്ന ടൈമിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ RBC ഒക്കെ സെൻട്രൽ സ്ട്രീമിലൂടെ ഇങ്ങനെ നിരങ്ങി പോകുന്നുണ്ടാവും. പക്ഷേ സൈഡിലോട്ട് ആര് വരും? ബ്ലഡ് വെസൽസിൻ്റെ 2 സൈഡിലോട്ടും എല്ലാ സൈഡുകളിലോട്ടും WBC എന്ന് പറയുന്ന ഒരാൾ വരും. അപ്പോൾ ഈ WBC അതായത് ല്യൂക്കോസൈറ്റ് വരും. നമ്മുടെ മെയിനായിട്ട് ആരാ വരുന്നത്? പോളിമോർഫോ ന്യൂക്ലിയർ ന്യൂട്രോഫിൽസ്, PMNs ആണ് മെയിനായിട്ട് വരുന്നത്. സോ ദർ ഇസ് എ പെരിഫറൽ ഓറിയൻറ്റേഷൻ ഓഫ് ല്യൂക്കോസൈറ്റ്. അപ്പോൾ ഈ പെരിഫറൽ ഓറിയൻറ്റേഷൻ ഓഫ് ല്യൂക്കോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ല്യൂക്കോസൈറ്റ് ബ്ലഡ് വെസൽസിൻ്റെ സൈഡിലോട്ടൊക്കെ വന്ന് നിൽക്കും. അങ്ങനെ നിൽക്കുന്ന ടൈമിൽ ദേ സ്റ്റിക്സ് ടു ദ വാസ്കുലർ എൻഡോത്തീലിയം ആൻഡ് മൂവ് ആൻഡ് മൈഗ്രേറ്റ് ത്രൂ ദ ഗ്യാപ്സ് ബിറ്റ്വീൻ ദ എൻഡോത്തീലിയൽ സെൽസ് ഇൻ ടു ദ എക്സ്ട്രാ വാസ്കുലർ സ്പേസ്. ഈ ഒരു മൈഗ്രേഷനാണ് നമ്മൾ എമിഗ്രേഷൻ എന്ന് പറയുന്നത്. പുറത്തോട്ട് പോവുക, എമിഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എങ്ങനെ ഈ ഗ്യാപ്പ് വന്നത്? നമ്മൾ പെർമിയബിലിറ്റി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ഈ ഗ്യാപ്പ് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പെർമിയബിലിറ്റി കൂടുന്നത് കൊണ്ടാണ്. ഈ പെർമിയബിലിറ്റി എങ്ങനെയാണ് കൂടുന്നതെന്ന് പറഞ്ഞു തരാം. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആ ഒരു ല്യൂക്കോസൈറ്റ് നമ്മൾ സൈഡിലോട്ട് വന്നു, ല്യൂക്കോസൈറ്റ് വന്ന് നമ്മൾ പുറത്തോട്ട് അത് ഗ്യാപ്പ് ഉണ്ടാക്കി അത് പോകുന്നു എന്നുള്ളത് അല്ലേ. അപ്പം ഈ ഒരു ല്യൂക്കോസൈറ്റിൻ്റെ മൈഗ്രേഷനും RBCയുടെ ഫ്ലോയും എല്ലാം തന്നെയാണ് നമ്മൾ സെല്ലുലാർ ഇവൻറ്റ്സിൽ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരുമിച്ച് അറ്റ് എ ടൈം നടക്കുന്ന പ്രോസസ്സുകളാണ്. പക്ഷേ എല്ലാം കൂടെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആകും. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ബ്ലഡ് വെസൽസിൻ്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ സെല്ലുലാർ ലെവലിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്യാപ്പ് ഉണ്ടാവണേ? എൻഡോത്തീലിയൽ സെല്ല് എങ്ങനെയാണ്, എൻഡോത്തീലിയൽ സെല്ലിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഗ്യാപ്പ് ഉണ്ടാവണേ? അപ്പം അവിടെയാണ് നമ്മൾ ഓൾട്ടേർഡ് വാസ്കുലർ പെർമിയബിലിറ്റിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ഈ ഓൾട്ടേർഡ് വാസ്കുലർ പെർമിയബിലിറ്റിയിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ മൊത്തത്തിലൊന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇനീഷ്യലി ദർ ഇസ് ട്രാൻസ്ഡേറ്റ്. നമ്മൾ ട്രാൻസ്ഡേഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ദാറ്റ് ഇസ് എ നോൺ ഇൻഫ്ലമേറ്ററി എഡീമ എന്ന് പറഞ്ഞു. പക്ഷേ അത് കുറച്ച് നേരം കൂടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ പെർമിയബിലിറ്റിക്ക് വ്യത്യാസം വരും. അതിന് 5 മെക്കാനിസമാണ് പറയുന്നത്. അത് നമ്മൾ പറയാം, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഈ 5 മെക്കാനിസം കാരണം നമ്മുടെ എൻഡോത്തീലിയൽ ലൈനിങ് കുറച്ചുകൂടെ ലീക്കി ആവാൻ തുടങ്ങും. അങ്ങനെ ലീക്ക് ആവുമ്പോഴാണ് നമ്മുടെ അകത്തുണ്ടാവുന്ന WBC, ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് എല്ലാം തന്നെ പുറത്തോട്ട് ഗ്യാപ്പിലൂടെ പോകുന്നത്. അങ്ങനെ ഗ്യാപ്പിലൂടെ പോയി എസ്കേപ്പ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഫ്ലൂയിഡിനെ, പുറത്ത് നിൽക്കുന്ന എക്സ്ട്രാ വാസ്കുലർ സ്പേസസിലുള്ള ഫ്ലൂയിഡിനെ നമ്മൾ പറയും എക്സുഡേറ്റ്. അപ്പോൾ എക്സുഡേറ്റ്, അപ്പോൾ ട്രാൻസുഡേറ്റിൻ്റെ പേര് മാറി. എന്തുകൊണ്ടാണ് അവിടെ പേര് മാറിയത്? ഇൻഫ്ലമേറ്ററി സെല്ല് വന്നപ്പോൾ പേര് മാറി. അപ്പോൾ എക്സുഡേറ്റ് ഇസ് ആൻ ഇൻഫ്ലമേറ്ററി എഡീമ, വെറാസ് ട്രാൻസുഡേറ്റ് ഇസ് എ നോൺ ഇൻഫ്ലമേറ്ററി എഡീമ. ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് ഒരു സ്റ്റേർലിംഗ്സ് ഹൈപ്പോത്തിസിസ് ആണ്. സ്റ്റേർലിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പം പ്രത്യേകിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, എന്നാലും ചുരുക്കി പറയാം എങ്ങനെയാണ് ഈ ഒരു
എക്സുഡേറ്റിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് പറയാം. നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ അകത്ത് മെയിനായിട്ട് 2 പ്രഷേഴ്സാണ് ഉള്ളത്. ഒന്ന് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും ഉണ്ട്, ഓസ്മോട്ടിക് പ്രഷറും ഉണ്ട്. അപ്പം ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എപ്പോഴും കുറച്ച് നോർമലായിരിക്കും. പക്ഷേ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാസ്മ എക്സേർട്ട് ചെയ്യുന്ന അതായത് അവിടെ നിൽക്കുന്ന ഫോംഡ് എലമെൻസും പ്ലാസ്മയും എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ. അപ്പം ഈ ഒരു ഓസ്മോട്ടിക് പ്രഷർ നമ്മുടെ ആ ഒരു ഞാൻ പറഞ്ഞു ട്രാൻസ്ഡേഷൻ നടക്കുന്നു. അപ്പോൾ ഈ ട്രാൻസ്ഡേഷൻ നടക്കുന്ന ടൈമിൽ, അത് ഇനീഷ്യലി തുടക്കത്തിൽ ട്രാൻസ്ഡേഷൻ നടക്കുമെന്ന് പറഞ്ഞു അല്ലേ, ഈ വാസോ ഡയലേഷൻ കാരണം. അപ്പം ആ വാസോ ഡയലേഷനും അതുപോലെ തന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അവിടെ ചെറിയൊരു എലിവേഷനും കാരണം എന്ത് നടക്കും, ട്രാൻസ്ഡേഷൻ നടക്കുമ്പം ഓസ്മോട്ടിക് പ്രഷർ ബ്ലഡ് വെസലിന് അകത്ത് കുറയുകയും പുറത്ത് കൂടുകയും ചെയ്യും. ഈ പുറത്ത് കൂടുമ്പം അകത്തുണ്ടാവുന്ന ഫോംഡ് എലമെൻറ്റ്സ് എല്ലാം ലീക്ക് ആവാൻ തുടങ്ങും. അങ്ങനെ ലീക്ക് ആവുമ്പോഴാണ് അവിടെ എക്സുഡേറ്റ് ഫോം ആവുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ലീക്ക് ആവാൻ ഇവർക്കൊരു ഗ്യാപ്പ് വേണ്ടേ? ഈ ഗ്യാപ്പ് എങ്ങനെയാണ് ഉണ്ടായെന്ന് നോക്കാം. Okay, so there are 5 mechanisms through which it is explained, that is increased vascular permeability is explained. അപ്പം ഇപ്പം ഓരോ രോഗങ്ങളിൽ ഓരോ മെക്കാനിസം വെച്ചായിരിക്കും, അല്ലെങ്കിൽ ഓരോ ഇൻഫ്ലമേഷനിൽ ഇതിൽ ഏതെങ്കിലും ഒരു മെക്കാനിസം വെച്ചായിരിക്കും അവിടെ പെർമിയബിലിറ്റി കൂടുന്നത്. അപ്പം ആദ്യം നമുക്ക് മോസ്റ്റ് കോമൺ മെക്കാനിസം നോക്കാം, കോൺട്രാക്ഷൻ ഓഫ് എൻഡോത്തീലിയൽ സെൽസ്. അപ്പോൾ കോൺട്രാക്ഷൻ ഓഫ് എൻഡോത്തീലിയൽ സെൽസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് വെരി കോമൺ മെക്കാനിസം വെയർ ബൈ ദ എൻഡോത്തീലിയൽ സെൽസ് ആർ കോൺട്രാക്റ്റഡ്. ദാറ്റ് ലീഡ്സ് ടു ടെമ്പററി ഗ്യാപ്സ്, പെർമനൻ്റ് അല്ല, temporary gaps between the cells, which in turn causes increased leakiness. Simple, endothelial cells ചുരുങ്ങാൻ തുടങ്ങും. അങ്ങനെ ചുരുങ്ങുമ്പോൾ അവർക്കിടയിൽ ഗ്യാപ്പ് വരുന്നു, ആ ഗ്യാപ്പിലൂടെ സെല്ലുകൾ പുറത്തോട്ട് പോകുന്നു. സോ ദാറ്റ് മോസ്റ്റ്ലി എഫക്ട്സ് ദ വെന്യൂൾസിനെയാണ് ബാധിക്കുക. ആൻഡ് ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ ദ റിലീസ് ഓഫ് ഹിസ്റ്റമൈൻ, ബ്രാഡിക്കൈനിൻ എക്സെട്ര, ആൻഡ് ഇറ്റ് ഈസ് വെരി റിവേഴ്സിബിൾ ആൻഡ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ. ഇതാണ് ഗ്യാപ്പ് ഡ്യൂ ടു എൻഡോത്തീലിയൽസ് പറയുന്നത് കേട്ടോ. ഗ്യാപ്പ് വരുമ്പോൾ അതിലൂടെ പുറത്തോട്ട് പോവാം. നെക്സ്റ്റ് റിട്രാക്ഷൻ. ഈ റിട്രാക്ഷൻ എന്ന് പറഞ്ഞാലും ഉൾവലിയ എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. കോൺട്രാക്ഷൻ്റെ തന്നെ വേറൊരു വാക്കാണ് റിട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഡ്രോയിങ് ഇൻവേർഡ് എന്ന് പറയും. എൻഡോത്തീലിയൽ സെൽസ് ആർ ഡ്രോയിങ് ഇൻവേർഡ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദർ ഇസ് എ സ്ട്രക്ചറൽ റീഓർഗനൈസേഷൻ. അവിടെ ഒരു നമ്മുടെ സെല്ലുണ്ടാക്കിയിരിക്കുന്ന സൈറ്റോസ്കെലറ്റൻ അല്ലേ അതിൻ്റെ. അപ്പോൾ ഈ സൈറ്റോസ്കെലറ്റൻ്റെ സ്ട്രക്ചറൽ റീഓർഗനൈസേഷൻ സംഭവിക്കുന്നത് മൂലം അവിടെ റിവേഴ്സിബിൾ റിട്രാക്ഷൻ ഉണ്ടാവുന്നു. ആ റിട്രാക്ഷൻ വഴി അവിടെ ഇൻ്റർസെല്ലുലാർ ജംഗ്ഷനിൽ ഗ്യാപ്പ് വീഴുന്നു, ആ ഗ്യാപ്പ് വഴി പുറത്തോട്ട് പോകുന്നു. സോ ദാറ്റ് അഫക്ട്സ് മെയിൻലി വെന്യൂൾസ്, നമ്മുടെ ഫസ്റ്റ് മെക്കാനിസം പോലെ തന്നെ. സോ ആൻഡ് ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ സൈറ്റോകിൻസ് ലൈക്ക് ഇന്റർലൂക്കിൻ 1, ട്യൂമർ നെക്രോസിസ് ഫാക്ടർ എക്സെട്ര. ആൻഡ് ഇറ്റ് ലാസ്റ്റ് ഫോർ 2 to 4 hours, ഡിലേഡ് ആൻഡ് പ്രൊലോങ്ഡ് ലീക്കേജ്. അതായത് ആദ്യം ഇൻഫ്ലമേഷൻ നടന്ന സമയത്ത് തന്നെ ഇത് നടക്കണമെന്നില്ല, കുറച്ചുകൂടി ഡിലേ ആയിട്ടാണ് ഇത് നടക്കുക. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ നേരം ഇത് നിൽക്കും. അപ്പം ഈ ഇന്റർലൂക്കിൻ 1, TNF ആൽഫ ഇതൊക്കെ എന്താണെന്നൊന്നും ആലോചിച്ച് നിൽക്കണ്ട, ഇതിനെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഇതൊക്കെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആണ് കേട്ടോ, ഇൻഫ്ലമേഷൻ കൊണ്ടുവരുന്ന കൂട്ടുന്ന ഏജൻസ് ആണ്. സോ ഇതാണ് റിട്രാക്ഷൻ ഓഫ് എൻഡോത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ തേർഡ് ഇസ് ഡയറക്റ്റ് ഇഞ്ചുറി. ഡയറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു ഏജൻറ്റ് വന്ന് അവിടെ ഇഞ്ചുറി നടക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ഡയറക്റ്റ് എൻഡോത്തീലിയൽ ഇഞ്ചുറി നടക്കാറുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഇഞ്ചുറി നടക്കുന്ന സമയത്ത് ഫിസിക്കൽ ഗ്യാപ്പ് അവിടെ വീഴുന്നു, അതിലൂടെ എന്ത് സംഭവിക്കുന്നു, എക്സുഡേഷൻ സംഭവിക്കുന്നു, പെർമിയബിലിറ്റി കൂടുന്നു. സോ പ്രോസസ് ഓഫ് ത്രോംബോസിസും അവിടെ ഉണ്ടാകും. ഇതിൻ്റെ കൂടെ തന്നെ ത്രോംബോസിസും അവിടെ ഫോം ചെയ്യുന്നത്, ബ്ലഡ് ക്ലോട്ടിങ് അവിടെ ഫോം ചെയ്യും, കാരണം അവിടെ ഇഞ്ചുറി ഡയറക്റ്റ് ആണല്ലോ. ഇറ്റ് അഫക്ട്സ് ഓൾ ദ ലെവൽസ് ഓഫ് മൈക്രോവാസ്കുലേച്ചർ. ഒന്നും വ്യത്യാസമില്ല, ആർട്ടീരിയോൾസ് ആണോ, വെന്യൂൾസ് ആണോ, കാപ്പിലറീസ് ആണോ എന്നൊന്നും. കാപ്പിലറീസിൻ്റെ സ്പെല്ലിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസമാണ്, മാറ്റാം, A ആണ് കേട്ടോ. അപ്പോൾ കാപ്പിലറീസ് ആണെങ്കിലും ഒന്നും വ്യത്യാസമില്ല, എല്ലാ മൈക്രോവാസ്കുലേച്ചേഴ്സിനും ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഡയറക്റ്റ് ഇഞ്ചുറി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഒക്കർ ആസ് എയ്തർ ഇമ്മീഡിയറ്റ് സസ്റ്റെയിൻഡ് ലീക്കേജ് ഓർ ഡിലേഡ് പ്രൊലോങ്ഡ് ലീക്കേജ്. ഇത് രണ്ടുമായിട്ട് നമുക്ക് സംഭവിക്കാം. സോ ദിസ് ഇസ് ദ ഡയറക്റ്റ് ഇഞ്ചുറി. ഓക്കെ, സോ എൻഡോത്തീലിയൽ ഇഞ്ചുറി മീഡിയേറ്റഡ് ആണ് കേട്ടോ, മീഡിയേറ്റഡ് ബൈ ല്യൂക്കോസൈറ്റ്സ്. അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ല്യൂക്കോസൈറ്റ്സ്, അതായത് പോളിമോർഫോ ന്യൂക്ലിയർ ന്യൂട്രോഫിൽസ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ എൻഡോത്തീലിയത്തുമായിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആഫ്റ്റർ സ്റ്റിക്കിംഗ് to the endothelium, after adhering to the endothelium, they get activated. So upon activation, they release enzymes, proteolytic enzymes and oxygen free radicals. These enzymes and free radicals causes injury to the endothelium and causes vascular leakiness. It is very late response and it affects mostly the venules like this. Yeah, okay.
ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് നിയോവാസ്കുലറൈസേഷൻ. നിയോവാസ്കുലറൈസേഷൻ എന്ന് പറയുമ്പം നമുക്ക് സാധാരണ പുതിയ ബ്ലഡ് വെസൽസ് എല്ലാം വരാറുണ്ട് അല്ലേ. അപ്പം പുതിയ കാപ്പിലറീസ് ഒക്കെ വരാറുണ്ട്. അപ്പം ന്യൂലി ഫോംഡ് കാപ്പിലറീസ് എന്ന് പറയുമ്പം എപ്പോഴും അത് മെച്ചുവേർഡ് ആവാത്തതുകൊണ്ടും അതുപോലെ തന്നെ വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ VEGFൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടും അവർ വളരെ ലീക്കി ആയിരിക്കും. അപ്പോൾ വേറൊരു ഫിനോമിനൻ്റെയും അവിടെ ആവശ്യമില്ല. അവിടെ ആ VEGFൻ്റെ ഇൻഫ്ലുവൻസ് കാരണം തന്നെ അവിടെ അതിലൂടെ എന്തൊക്കെ പോകുന്നോ അതെല്ലാം പുറത്തോട്ട് ലീക്കാവാനുള്ള ചാൻസ് ഉണ്ട്. So this is all about the vascular events. So far we have discussed about the vascular events. നമ്മൾ cellular events നെക്സ്റ്റ് പാർട്ടിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. സോ this thing. Thank you.